2023 ഫെബ്രുവരി 22 PSC നടത്തിയ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് റിപ്പോർട്ടഡ് ഗ്രേഡ് 2 ആൻഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ SCRT ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൽഫ കോഡ് A ആണ്. A ആൽഫ കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 81ാമത്തെ ക്വസ്റ്റ്യൻ, അത് ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് മീൻസ്, അതായത് ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഫൈറ്റ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണോ? ടു ഫെയിൽ സഡൻലി ആൻഡ് സ്പെക്ടാക്കുലർലി ആണോ? ടു ജംപ് ഇൻ ടു ഫയർ ആണോ? ടു ഡൈ ആണോ? ഏതായിരിക്കും? ടു ഫെയിൽ സഡൻലി ആൻഡ് സ്പെക്ടാക്കുലർലി എന്ന് പറയുന്ന ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ നൗൺ ഫോം ഓഫ് ദ വെർബ് അഡൾട്രേറ്റ്. അത് 90ാമത്തെ ചോദ്യമാണ്. അഡൾട്രേറ്റ് എന്ന് പറയുന്ന വെർബാണ്, അതിന്റെ നൗൺ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അഡൾട്രി എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അഡൾട്രേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ നൗൺ ഫോം എന്ന് പറയുന്നത് അഡൾട്രേഷൻ ആണ്. ഇത് രണ്ടും നൗൺ ഫോംസ് ആണ്, എന്നാൽ അർത്ഥ വ്യത്യാസമുണ്ട്. അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? വ്യാജം അല്ലെങ്കിൽ മായം ചേർക്കുന്ന, കള്ളത്തരം കാണിക്കുന്നതൊക്കെയാണ് അഡൾട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രമക്കേടെന്നൊക്കെ അർത്ഥം. എന്നാൽ അഡൾട്ടറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺമാരീഡ് പേഴ്സൺസ്, അവിഹിത ബന്ധം എന്ന് നമുക്ക് പറയാം. അതാണ് അഡൾട്ടറി. എന്നാൽ ഇവിടെ അഡൾട്രേറ്റിന്റെ നൗൺ ഫോമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അഡൾട്രേഷൻ ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് വന്നിരുന്നത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വോയിസസുമായി ബന്ധപ്പെട്ട. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: വി സോ ദം വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. അപ്പൊ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ആക്റ്റീവ് വോയിസ് ആണ്, നമുക്ക് മനസ്സിലായി. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാസീവ് വോയിസുള്ള ഒരു സെന്റൻസിന്റെ പൊതുവായ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസിന്റെ പൊതുവായ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം ഒബ്ജക്റ്റ് വരും, പിന്നെ അതിനുശേഷം ബിയുടെ രൂപങ്ങൾ, ബി ഫോംസ്, ബിയുടെ രൂപം വരും, ബി ഫോംസ് പ്ലസ് B3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇങ്ങനെയാണ് വരിക. ആദ്യം ഒബ്ജക്റ്റ്, പിന്നീട് ബിയുടെ രൂപങ്ങൾ, പിന്നെ B3 ഫോം, പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പൊ ആദ്യം ഒബ്ജക്റ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഒബ്ജക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ബി ആണ്, സബ്ജക്റ്റ് ആണ്. സോ എന്ന് പറയുമ്പോൾ അത് വെർബാണ്. ദം എന്ന് പറയുന്നിടത്തെ ഒബ്ജക്റ്റ്. ഈ ദം ഇനി ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറണം? ദേ ആയി മാറണം. അപ്പൊ ഇവിടെ എല്ലാം നോക്കുക, ദേ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ABCD തുടങ്ങിയിരിക്കുന്നത് ദയിലാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിയുടെ രൂപങ്ങൾ എഴുതണം. ബിയുടെ ഏത് ടെൻസിലെ രൂപം? ബിക്ക് പല ടെൻസുകളിൽ പല രൂപങ്ങളുണ്ട്. ബിയുടെ പ്രസന്റ് ഫോംസ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ ആണ്. ബിയുടെ പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വാസ്, വെയർ. ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ. ബിയുടെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് ബീൻ. ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ബീൻ. ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ബി. അപ്പൊ ഇവിടെ ഏത് ഫോമാണ് വരേണ്ടത്? അത് നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലെ വെർബിനെയാണ്. ഇവിടുത്തെ വെർബ് സോ എന്നാണ്. സോ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം വരണം. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാ? വോസും വേറുമാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിന് ശേഷം നമുക്ക് വാസോ വേറോ എഴുതണം. അതെന്തിനെ ആശ്രയിച്ച? ഈ ഒബ്ജക്റ്റിനെ ആശ്രയിച്ച.
ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് വേർ ഉപയോഗിക്കാം. ഒബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് വാസ് ഉപയോഗിക്കാം. ഇവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വേർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ദേക്ക് ശേഷം വേർ വന്നിരിക്കുന്ന ഏത്? ഇവിടെയുണ്ട് ആൻഡ് ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് ബിയെയും സിയെയും വെട്ടാം. കാരണം ഇവിടെ ദേക്ക് ശേഷം ഹാഡ് ബീൻ ആണ് വന്നിരിക്കുന്നത്. ദേക്ക് ശേഷം വർക്കിംഗ് എന്ന് പറയുന്ന ING ഫോം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമുക്ക് കളയാം. ഇനി നമുക്ക് എയും ബിയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. എയും ബിയും മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ഇനി നോക്കുമ്പോൾ ഇനി അടുത്ത് എന്താ വരേണ്ടത്? നമ്മുടെ സ്ട്രക്ചർ പ്രകാരം ബി ഫോംസ് വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോം ആണ് വരേണ്ടത്. എന്തിന്റെ V3 ഫോം? ഇവിടെ വന്നിരിക്കുന്ന വെർബിന്റെ V3 ഫോം. ഇവിടെ സോ ആണ്. സോ എന്ന് പറയുമ്പോൾ V2 ഫോം ആണ്. എന്തിന്റെ? സി. സിയുടെ V2 ഫോം ആണ് സോ. അപ്പൊ അതിന്റെ V3 ഫോം എന്തായിരിക്കും? സീൻ ആയിരിക്കും. അപ്പൊ വേറിന് ശേഷം സീൻ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ കണ്ടിവിടെ വേറിന് ശേഷം സീൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ വേറിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ബീനാ വന്നിരിക്കുന്നത്. അപ്പൊ അത് എത്ര ആയപ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തി. എന്തുകൊണ്ടാ? നമുക്ക് ഈ സ്ട്രക്ചർ അറിയാവുന്നത് കൊണ്ട്. അപ്പൊ ഇവിടെ ദേവർ സീൻ. ഇവിടെ വർക്ക് എന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട്. ഇപ്പൊ എത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് വർക്കിംഗ് ഓൾറെഡി ഉണ്ട്. പിന്നെ ലേറ്റ് ഇൻ ടു ദ നൈറ്റ് ബാലൻസ് ചോദിക്കും. ബൈ പ്ലസ് സബ്ജക്റ്റ് എന്താണ് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കേണ്ട കാര്യം, പാസീവ് വോയിസിൽ ഇത്തരത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഇൻഡെഫിനിറ്റ് സബ്ജക്റ്റുകളാണെങ്കിൽ, അതായത് പ്രത്യേകം പേരെടുത്ത് പറയാത്ത സബ്ജക്റ്റുകളാണ്. ഇപ്പൊ വി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നർത്ഥം. അത് ആരൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പം ഓരോരുത്തരും നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത ഒരു എന്താണ് ഗ്രൂപ്പാണ്. അത്തരത്തിലൊരു ഗ്രൂപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പൊ ദേ വർ സീൻ വർക്കിംഗ് ലേറ്റ് ടു ദ നൈറ്റ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. 92ാമത്തെ ചോദ്യമായിരുന്നു. റീറൈറ്റ് ദ സെന്റൻസ് യൂസിങ് ഹാർഡ്ലി. ഹാർഡ്ലി ഉപയോഗിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ ഈ ഹാർഡ്ലി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ ഹാർഡ്ലി എന്ന് പറയുമ്പോൾ ഒരു ആഡ് വെർബും കൂടെ ആണ്. തീർച്ചയായിട്ടും ആഡ് വെർബ് മിക്കപ്പോഴും വെർബുമായി ബന്ധപ്പെട്ടായിരിക്കും വരിക ആണല്ലോ. വെർബിനോടൊപ്പം ആയിരിക്കും വരിക. വെർബുമായി ബന്ധപ്പെട്ടെന്നുള്ളതല്ല, വെർബിന് ഒപ്പമായിരിക്കും, വെർബിന് ശേഷമായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വെർബ് ഈസ് ആണ്. അപ്പൊ ഈസിന് ശേഷം നമുക്ക് ഹാർഡ്ലി എഴുതാം. അപ്പൊ ദേർ ഈസ് ഹാർഡ്ലി നമുക്ക് എഴുതാം. അങ്ങനെ ഹാർഡ്ലി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ നത്തിങ് എഴുതാൻ പാടില്ല. ഇത് നമുക്ക് എന്തെഴുതാം? എനിത്തിങ് എന്ന് എഴുതാം. എനിത്തിങ്. ദേർ ഈസ് ഹാർഡ്ലി എനിത്തിങ് ഇൻ ഹിസ് ബാഗ്. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ നോക്കുക. ദേർ ഈസ് ഹാർഡ്ലി എനിത്തിങ് ഇൻ ഹിസ് ബാഗ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. 94ാമത്തെ ചോദ്യമാണ്. ഇഫ് ഐ ഡാഷ് ടോളർ ഐ ഡാഷ് ദ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീം. സാധാരണ നമുക്ക് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒന്നുകിൽ ഇഫ് ക്ലോസിൻ്റെ അടുത്ത് ബ്ലാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ അടുത്ത് ബ്ലാങ്ക് ആയിരിക്കും. രണ്ടിടത്തും ഇത്തരത്തിൽ ബ്ലാങ്കായി വന്ന് കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ രണ്ടിടത്തും നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരിടത്തെ ഉള്ളെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആശ്രയിച്ച്, ഈ മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നമുക്ക് ഇഫ് ക്ലോസ് കറക്റ്റ് ചെയ്യാമായിരുന്നു. തിരിച്ച് അതുപോലെ ഇഫ് ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഫ് ക്ലോസിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മെയിൻ ക്ലോസ് എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടിടത്തും ബ്ലാങ്കായി വന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കണം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഐ ആണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ ഐ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അത്തരത്തിൽ ഞാൻ അതായിരുന്നെങ്കിൽ എന്നൊക്കെ രീതി പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഇഫ് ക്ലോസ് എന്ന് പറയുന്നതായിരിക്കും അൺലൈക്ലി ആയിരിക്കും, അൺറിയൽ കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഐയുടെ കൂടെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുക? എന്താണ് ഉപയോഗിക്കുക? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പാസ്റ്റിലായിരിക്കും പറയുക, പാസ്റ്റ് ഫോമിലായിരിക്കും പറയുക. അങ്ങനെ സമയത്ത് നമുക്ക് പാസ്റ്റ് ആണ് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വാസ് ഉണ്ട്, വേറുണ്ട്. അൺലൈക്ലി ആകുമ്പോൾ നമ്മൾ ഐയുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കത്തു?
സാധാരണ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അൺലൈക്ലി കണ്ടീഷൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അൺറിയൽ കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ വേർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേർ ഉപയോഗിക്കണം. ഈ വേറും ഈ വേറ് രണ്ടിടത്തും വേർ വന്നിട്ടുണ്ട്. ഇനി വുഡ് ലീഡ് ആണോ വുഡ് ഹാവ് ലെഡ് ആണോ? അതിനനുസരിച്ച് നമുക്കിവിടെ അറിയാം വേർ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ വേർ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ തുടർന്ന് വേണ്ട ഭാഗം എങ്ങനെ ആയിരിക്കണം? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ബി വൺ എന്ന രീതിയിൽ വരണം. അങ്ങനെ വന്നിരിക്കുന്നത് വുഡ് ലീഡാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വേറും ലീഡും അങ്ങനെ വരും. ഇഫ് ഐ വെയർ ഫോളോവർ ഐ വുഡ് ലീഡ് ദ യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീം എന്ന് വരും. അടുത്ത 100ാമത്തെ ചോദ്യമാണ്. അവിടെ എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന്റെ ശരിയായ ഓർഡർ എടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ നടത്തുന്ന ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഈ അഡ്ജക്റ്റീവ്സിന്റെ ശരിയായ ഓർഡറിനെ കുറിച്ചും അതുപോലെ തന്നെ ആഡ്വർബിന്റെ ശരിയായ ഓർഡറിനെ കുറിച്ചും ഒക്കെ ക്ലാസ്സിൽ വിശദമായി പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? മൈ മദർ ബോട്ട് ഡാഷ് ജാക്കറ്റ് ഫോർ എ ന്യൂ ഡെനിം വെരി പ്രിറ്റി ആണോ, അതോ എ ന്യൂ വെരി പ്രിറ്റി ഡെനിം ആണോ, അതോ എ വെരി പ്രിറ്റി ന്യൂ ഡെനിം ആണോ, എ ഡെനിം ന്യൂ വെരി പ്രിറ്റി? ഏതായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിരിക്കും. മൈ മദർ ബോട്ട് എ വെരി പ്രിറ്റി ന്യൂ ഡെനിം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് SCRT ബേസ്ഡ് ആയിട്ട് കാണപ്പെട്ടത്. ഈ പറയുന്ന 6 ചോദ്യങ്ങൾ. ബാക്കിയെല്ലാം സാധാരണ നമ്മൾ പരീക്ഷകളിൽ കാണുന്ന ചോദ്യം ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പരീക്ഷ എഴുതിയവർക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഈ പറയുന്ന ക്ലാസ്സിലൂടെ കിട്ടിക്കാണും. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ഒരു റിവിഷൻ എന്ന രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.